അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ, രാവിലെ അല്ല ഉച്ചയായിട്ടാണ് ഞങ്ങളിപ്പോൾ നീക്കൽ. നോമ്പായതുകൊണ്ട് ഞങ്ങൾ പൊതുവെ അത്താഴം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു 12:30 ഒക്കെ ആവും എഴുന്നേൽക്കാൻ. അപ്പോൾ ആ ടൈമിൽ എഴുന്നേറ്റിട്ട് ഐസുമോൻക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ചൂട് കൊടുക്കാൻ തന്നെ അത് അവിടെ കിച്ചണിൽ ഇരുന്നിട്ട് തന്നെ കഴിക്കുകയാണ്. ഇഡ്ഡലി ഗീയും കുറച്ച് ഷുഗർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് നല്ല ഇഷ്ടമാണ്. അവനെ ചുട്ടത് ഫുള്ള് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം തീർത്തു. കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യണമെന്നു, അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടിച്ചു പോയി തുടക്കാൻ പോകുമ്പോൾ അവൻ്റെ ടോയ്സ് ഫുള്ള് ചിന്നി കിടക്കുകയാണെങ്കിൽ, ഞാൻ നല്ല മൂഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതുപോലെ എല്ലാം എടുത്തു വെക്കും. നല്ല മൂഡിലാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എടുത്തു വെക്കില്ല. അപ്പോൾ ഇന്ന് എന്തോ അൽഹംദുലില്ലാ അവനത് കേട്ടു, അവന് ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ടാകും. പിന്നെ എനിക്ക് അടിച്ചു പോയി തുടക്കാനൊക്കെ സുഖമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കിച്ചണിൽ സാമ്പാറൊക്കെ വിചാരിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി മാവ് ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചതുകൊണ്ട്. അങ്ങനെ വെജിറ്റബിൾസ് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ പരിപ്പിൻ്റെ ഡപ്പ കാലിയായിട്ടിരിക്കണു. അപ്പം തന്നെ ഞാൻ വാതിലടച്ച് മുകളിൽ പോയി അവിടുന്ന് കുറച്ച് പരിപ്പൊക്കെ മേടിച്ച് വന്നു. മുകളിൽ നമ്മുടെ കസിൻസ് ഉണ്ട്, അപ്പോൾ അവരെ വീട്ടിൽ പോയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് മേടിച്ച് വന്നു. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി. ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും, കാരണം മാവ് ഓൾറെഡി കുറച്ച് തോനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഡോക്ടർ കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് വന്നത്. എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ജലദോഷമാണ്. ജലദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് അടയാൽ മാത്രം, മൂക്കിൽ നിന്ന് നന്നായിട്ട് കഫം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കാണിച്ചു, മൂക്കിൽ നന്നായിട്ട് ഇൻഫെക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറേ മെഡിസിൻസ് തന്നു, ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. തിരിച്ചു പോന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പിന്നെ അവനക്ക് വിശക്കുണ്ട് വന്നു, ഫുഡൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. അപ്പോൾ ഫ്രൂട്ട്സും ജ്യൂസും മാത്രമേ എന്നുള്ളൂ. അതിന് ശേഷം പിന്നെ ഡോക്ടർ എഴുതിയ മെഡിസിൻസ് എല്ലാം കഴിച്ചു. ഒരു 4-5 മെഡിസിൻസ് ഉണ്ടായിരുന്നു. മൂക്കിലടിക്കുന്ന സ്പ്രേ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു അലർജി ഉള്ള ആളായതുകൊണ്ട് അതിൻ്റെ മെഡിസിനും ഡോക്ടർ ഒരു 1 മന്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് ഇപ്പോൾ പൊതുവേ ഖത്തറിലൊരു വെയ്യായി സീസണാണ് തോന്നുന്നു. എല്ലാവർക്കും ജലദോഷം പനിയൊക്കെയാണ്. അങ്ങനെ പിന്നെ ഒരു 8 മണിയായപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് വന്നു. നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ റീലൊക്കെ കണ്ട് ഭയങ്കര റിവ്യൂ ഒക്കെ ഉള്ളൊരു ഹോട്ടലിൽ പോവാണ്. താജ് ബിരിയാണി റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. നമ്മൾ പാർക്ക് ചെയ്ത് ഉള്ളോട്ട് പോവാണ്. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോഴാണ് സത്യം മനസ്സിലായത്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, തിരക്കില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ വന്ന് കഴിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു. പക്ഷെ എന്താ തിരക്കില്ലാത്തതെന്ന് അറിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവിടെ പുറത്ത് പാർക്കിങ്ങിൻ്റെ അവിടെ ഇതുപോലെ റമളാൻ ആയതുകൊണ്ടാണ് കുറേ സ്റ്റോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ വെറൈറ്റീസ് ഓഫ് ചായ, പിന്നെ ഉപ്പിലിട്ടത്, പിന്നെ പൊരിച്ച കടികൾ, അങ്ങനെ വെറൈറ്റീസ് ഓഫ് സംഭവങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ടത് മേടിച്ചു. അതുപോലെ തന്നെ കൂന്തള നിറച്ചത് കുറേ കാലമായി ട്രൈ ചെയ്യണമെന്ന് വെച്ചു. പിന്നെ ഈ ചിപ്സിൻ്റെ ഒരു സംഭവം, പക്ഷെ അത് മേടിക്കേണ്ടിയിരുന്നില്ല, റിഗ്രറ്റ് ചെയ്യണം. എനിക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടപ്പോൾ ഒരു ഭംഗിക്ക് അങ്ങനെ മേടിച്ചതാണ്. ആരും കഴിച്ചില്ല അധികം. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കുറേ നേരം, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച്. ഇങ്ങനെ കുട്ടികളെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ നന്നായി എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങനെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇൻഷാ അള്ളാ ഞാൻ നെക്സ്റ്റ് ഈദിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.